കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ അങ്ങനെ 2025 നമ്മളിലേക്ക് എത്താൻ പോവുകയാണ്. സോ സ്ട്രേഞ്ചർ തിങ്സ് ആരാധകരെ സംബന്ധിച്ച് 2025 സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും ഒരുമിച്ച് തരുന്ന ഒരു വർഷമായിരിക്കും. അതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, സീസൺ 5 2025 നമ്മളിലേക്ക് എത്തും. 2, സീസൺ 5 കൂടി സ്ട്രേഞ്ചർ തിങ്സ് അവസാനിക്കും. ഒരു ചെറിയ രീതിക്ക് പോലും ലാഗ് തോന്നിപ്പിക്കാത്ത ഈ കിഡിലൻ വെബ് സീരീസ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒന്നല്ല. സോ ഇന്നത്തെ വീഡിയോയിൽ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സ്ട്രേഞ്ചർ തിങ്സിന്റെ ഷൂട്ടിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള VFX, എഡിറ്റിംഗ്, ഡബ്ബിംഗ് അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. ഒരു 70% വർക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. സോ ലാസ്റ്റ് സീൻ കൂടി ഷൂട്ട് ചെയ്ത ശേഷം ആക്ടേഴ്സ് എല്ലാവരും അവരുടെ ഇമോഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ 11 അവതരിപ്പിച്ചിരിക്കുന്ന മില്ലി ബോബി ബ്രൗൺ കരഞ്ഞുകൊണ്ടാണ് തന്റെ സെറ്റിലെ ലാസ്റ്റ് മൊമെന്റ് നമ്മളോട് പങ്കുവച്ചത്. I love each and every one of you and I'll forever carry the memories and bonds we've created together as a family. I love you. Thank you. അതുപോലെ തന്നെ ഫൈനൽ സീസണിലെ ഹോപ്പറിന്റെ മറ്റൊരു ലുക്ക് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്ന് ആരോ ഫോട്ടോ എടുത്ത് ലീക്കാക്കിയതാണ്. ഈ ലുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഹോപ്പറിന്റെ താടി വെച്ച ഈ ലുക്കിൽ നിന്നും ഒരുപാട് ഡിഫറന്റ് ആയാണ് പുതിയ ഫോട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ സീസൺ 5 ആ ലാസ്റ്റ് ബാറ്റിൽ കഴിഞ്ഞ് വെക്നയെ കൊന്ന ശേഷം ഹോപ്പർ വീണ്ടും ഹോക്കിൻസിലെ തന്റെ പോലീസ് പദവി ഏറ്റെടുത്ത പോലെയാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഫസ്റ്റ് ഫോട്ടോയിൽ നമ്മൾ കണ്ട ആ താടിയൊക്കെ ഹോപ്പർ ഷേവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ പോലീസ് യൂണിഫോമും നമുക്ക് കാണാൻ പറ്റും. അടുത്തിടെ ഹോക്കിൻസിൽ വെച്ച് യാതൊരു മറയുമില്ലാതെ പബ്ലിക്കായിട്ട് നടന്നൊരു ഷൂട്ടിംഗ് സീനിൽ നിന്നുമാണ് ഈ ലുക്ക് ലീക്കായത്. ഈ സീനിൽ നമുക്ക് മൈക്കിനെയും ഹോപ്പറിനെയും കാണാൻ പറ്റും. ഇരുവരും എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ആ ലാസ്റ്റ് ബാറ്റിന് ശേഷം ഒരുപക്ഷെ 11 മരിച്ചു പോയിട്ടുണ്ടാവും. അതിനെപ്പറ്റി ആയിരിക്കാം ഒരുപക്ഷെ അവര് ചർച്ച ചെയ്യുന്നത്. കാരണം ഈ ഒരു സീനിൽ ഹോക്കിൻസ് കാണാൻ പഴയ പോലെ തന്നെ ഉണ്ട്. 4ാമത്തെ സീസണിൽ നമ്മൾ കണ്ട ആ പൊട്ടിപ്പൊളിഞ്ഞ ഹോക്കിൻസ് അല്ല ഈ ഹോക്കിൻസ്. അതുപോലെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹോക്കിൻസിലെ ആ സിനിമ തിയേറ്ററിൽ ഇന്ത്യാന ജോൺസ് ആൻഡ് ക്രൂസേഡ് എന്ന സിനിമ പോസ്റ്ററും കാണാം. ഈ സിനിമ മെയ് 24, 1989 പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സ്ട്രേഞ്ചർ തിങ്സിലെ കഥയും നടക്കുന്നത്. ഇത് 2 കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, നമ്മുടെ 11 ഈ സീസണിൽ മരിക്കും. 2, ഞാൻ എന്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ സീസൺ 5 നമുക്കൊരു ടൈം ജമ്പ് കാണാൻ പറ്റും. അതേസമയം ലീക്കായ ഈ വീഡിയോ ഫാൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സീരീസിന്റെ ക്രിയേറ്റേഴ്സായ ഡഫർ ബ്രദേഴ്സ് തന്നെ ഇറക്കിയ ഒരു നാടകമാണെന്നും അതുകൊണ്ടാണ് ഇത് പബ്ലിക്കായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നും ഫാൻസിന്റെ ഇടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് ഒറിജിനൽ ആണെന്ന് ഉറപ്പാക്കുന്ന വിധത്തിലുള്ള 2 ഫോട്ടോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ മൈക്കിന്റെ അമ്മയെ അവതരിപ്പിച്ചിരിക്കുന്ന കാര ബുവനോ എന്ന ആക്ട്രസ് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്ത ഒരു സ്റ്റോറിയാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും വർഷം 1989 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ഹോപ്പറിന്റെ ഫോട്ടോയും ഈ ഫോട്ടോയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ 1989 സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 സ്റ്റോറി അവസാനിക്കാൻ പോകുന്നത്. അത് കൂടാതെ തന്നെ മൈക്കിന്റെ ഫുൾ ഫാമിലിയും സീസൺ 5 സർവൈവ് ചെയ്യുമെന്ന കാര്യവും ഈ ഒരു ഫോട്ടോയിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്തത്, ഈ ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ സീസൺ 1 നമ്മൾ കണ്ട ക്രിസ്മസ് ലൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ആൽഫബറ്റ് വാൾ നമുക്ക് കാണാൻ പറ്റും. സീരീസിൽ ടൈം ജമ്പ് ഒന്നും ഉണ്ടാവില്ല എന്നാണെങ്കിൽ സീസൺ 5 ഇതിന്റെ ആവശ്യം എന്താണ്? കാരണം സീസൺ 3 ജോയ്സ് ഈ വീട് വിറ്റ ശേഷമാണ് കാലിഫോർണിയയിലേക്ക് താമസം മാറി പോകുന്നത്. പിന്നെ ഈ ലൈറ്റിന്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. സോ ടൈം ജമ്പ് കൺഫേം ആണ്. വില്യം ബയേഴ്സും മൈക്കും തമ്മിലുള്ള ബന്ധം വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, മറിച്ച് നമ്മുടെ വില്യന് മൈക്കിനോട് പ്രേമമാണ് എന്ന കാര്യവും ഉറപ്പാണ്. അടുത്തിടെ എവിടെയോ നടന്നൊരു ഇന്റർവ്യൂല് നമ്മുടെ വില്യം ബയേഴ്സ് തന്നെ ഈ കാര്യം അറിയാതെ പുറത്തുവിട്ട് കഴിഞ്ഞു. Mike was always super protective of Will, and Will always leaned on him. And you could never really tell if it was like something romantic or just like a really special friendship. And then as it goes on, you kind of realize that Will does have... സീരീസിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഡോക്ടർ ബ്രണ്ണർ അഥവാ പപ്പ. സീസൺ 1 ഈ കഥാപാത്രം ഒഴിവായല്ലോ എന്ന് ഞാൻ വിചാരിച്ചപ്പോഴാണ് സീസൺ 4 ഇയാളെ വീണ്ടും ജീവനോടെ കൊണ്ടുവന്നത്. ഇപ്പതേ സീസൺ 5 പപ്പ തിരിച്ചു വന്നിരിക്കുന്നു. ഡോക്ടർ ബ്രണ്ണറായി അഭിനയിച്ച ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്ത ഈ മേക്കപ്പ് വീഡിയോ അവസാന സീസണിൽ ഡോക്ടർ ബ്രണ്ണറിന്റെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്ന ഒരു തെളിവാണ്. സീസൺ 4 വെടികൊണ്ട് മരിച്ച ഇയാള് പിന്നെ എങ്ങനെ തിരിച്ചു വരുന്നത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ വെക്നയുടെ പഴയ കാലമൊക്കെ സീസൺ 5 നമുക്ക് എന്തായാലും കാണാൻ പറ്റും. സോ വെക്നയുടെ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ ഡോക്ടർ ബ്രണ്ണർ എന്തായാലും വേണം. അതുകൊണ്ട് ഡോക്ടർ ബ്രണ്ണറും തിരിച്ചു വരുമെന്ന കാര്യം ഉറപ്പാണ്. സീരീസിന്റെ അവസാന ഭാഗം ബ്രഹ്മാണ്ഡമായി പുറത്തിറക്കാനാണ് ക്രിയേറ്റേഴ്സ് ശ്രമിക്കുന്നത്. മുൻ സീസണുകളൊക്കെ അപേക്ഷിച്ച് വയലൻസ് കുറച്ച് കൂടുതലായിരിക്കുമെന്നാണ് ഡഫർ ബ്രദേഴ്സ് പറയുന്നത്. അതേസമയം സീരീസിന്റെ സ്റ്റോറി ലൈൻ കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഘടകമാണ്. എത്രയോ കണക്കിന് ആരാധകരുള്ള ഗെയിം ഓഫ് ത്രോൺസിന്റെ എൻഡിങ് അതിന്റെ ആരാധകരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഒരു നിരാശ തന്നെയായിരുന്നു. അതുകൊണ്ട് അതുപോലൊരു എൻഡിങ് ആയിരിക്കില്ല സ്ട്രേഞ്ചർ തിങ്സിന്റേതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിൽ ഇത്രയൊക്കെയാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങൾ. ഇനി സീരീസിന്റെ അവസാന ഭാഗം എങ്ങനെയൊക്കെ ആയിരിക്കാം വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.